വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു ദിവസം. ഒരു ദിവസം ഒന്നൊന്നര മാസത്തെ കംപ്ലീറ്റ് ബഹളമൊക്കെ കഴിഞ്ഞ് അല്ലേ? ബഹളം ഇനി തുടങ്ങാതിരിക്കുന്നുള്ളൂ. അടുത്ത ബഹളത്തിലേക്ക് കടക്കാൻ പോകുന്നൊരു ദിവസമാണ്. ബഹളം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്ത് ഇനി വലിയ ബഹളങ്ങളുടെ ദിവസം കൂടിയാണ്. KPCC നിർവാഹക സമിതി തോൽവിയുടെ ആഘാതം വിലയിരുത്താൻ തീരുന്നുണ്ട്. എല്ലാ തവണത്തെ പോലെ ഇത്തവണ ഈ ആഘാതം വിലയിരുത്തിയിട്ട് എന്താണ് പരിഹാരം എന്നുള്ളത് മാത്രമാണ് ഇനി അതിനകത്ത് അറിയാനുള്ളത്. ഏതായാലും UDF സംബന്ധിച്ച് വലിയ ഞെട്ടലെ സംബന്ധിച്ച ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ BJP സംബന്ധിച്ചാലും അവർക്ക് പല സ്ഥലത്തും നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച്, പക്ഷേ കഴിഞ്ഞ തവണത്തെ ആ സീറ്റ് നിലയിൽ നിന്നും മുന്നോട്ട് പോകാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. പല സ്ഥലത്തും രണ്ടാമത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പഞ്ചായത്തുകളുടെ എണ്ണം കൂടി, വാർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും അങ്ങനൊരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് BJP നേതാക്കളും പറയുന്നത്. ഏതായാലും എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നത് ഇന്നത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് രാവിലെ എന്തായിരിക്കും എന്ന്, അപ്പം ദീപിക ഇടത് ഘോഷം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ ഒരു ചുമപ്പ് മാപ്പ്, മംഗളം ചെങ്കനൽ ദേശം എന്ന് നൽകുമ്പോൾ ജന്മഭൂമി സ്വാഭാവികമായും കരുത്തോടെ NDA എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട തലക്കെട്ട്. പാലക്കാട് മികച്ച വിജയത്തോടെ വീണ്ടും പന്തളം നഗരസഭ LDFിൽ നിന്ന് പിടിച്ചെടുത്തു. അവരുടെ നേട്ടങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള സാധനം. കേരള കൗമുദിയുടെ ഇടത് മിന്നൽ എന്നാണ് കേരള കൗമുദി കൊടുത്തേക്കുന്നത്. പിണറായി വിജയൻ്റെ ഒരു കാരിക്കേച്ചർ, രണ്ട് വിരലൊക്കെ ഉയർത്തി വിജയചന്ദ്രൻ കാണിച്ചിരിക്കുന്ന ഒരു മാതൃഭൂമി ഇടതുപക്ഷം എന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു തലക്കെട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിന് വിജയം, UDFിന് ആശ്വാസം, മുനിസിപ്പാലിറ്റികൾ മാത്രമെന്ന് കൊടുത്തിരിക്കുന്നു. ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയത് ദേശാഭിമാനിയുടെ ഒന്നാം പേജാണ്. മറുപടി സ്വാഭാവികം ഇന്നലത്തെ ഒരു റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തകർക്കും എന്നതിന്, പക്ഷേ മനോഹരമായി ഡിസൈൻ ചെയ്തേക്കുന്ന കേരളത്തിൻ്റെ മറുപടി എന്നൊരു വാചകമാണ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു വാചകം തന്നെയാണ്. കേരളത്തിൻ്റെ മറുപടി എന്നാണ് അദ്ദേഹം ദേശാഭിമാനി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. അങ്ങനെ രാവിലെ പത്രം നോക്കുമ്പോൾ അറിയാം, പത്രങ്ങളൊക്കെ ചുവപ്പ് മയമാണ്. തീർച്ചയായും. ഏതായാലും നമുക്കിനി വളരെ വിശദമായി തന്നെ കിടക്കാം. കാരണം ഒരു ഭാഗത്ത് വിജയാഘോഷം, മറുഭാഗത്ത് പരാജയ കാരണങ്ങൾ തുടങ്ങി പഠന വിധേയമാക്കാവുന്ന നിരവധി കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ജനവിധി എന്ന് പറയുന്നത് അത് ഇടതിനോടൊപ്പമാണ് എന്ന് നിസ്സംശയം പറയാം. ഇനി മറ്റ് കാര്യങ്ങൾ, വിശദാംശങ്ങൾ അത് വരും മണിക്കൂറിൽ ബാക്കിയുള്ളവർ പറയട്ടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. വിജയാവേശത്തിൽ ഇടതുമുന്നണി, തോൽവി വിലയിരുത്താൻ കോൺഗ്രസ്, അവകാശപ്പെട്ട വിജയം നേടാനാവാതെ നിരാശയിൽ BJP. കൊച്ചിയും തൃശ്ശൂരും ആര് ഭരിക്കും? വിമതരുടെ നിലപാട് നിർണായകം. സ്വതന്ത്രരെ ഒപ്പം കൂട്ടാൻ മുന്നണികൾ. തിരുവനന്തപുരത്തെ തോൽവിയിൽ കോൺഗ്രസിൽ കലാപം. KPCC ആസ്ഥാനത്തിന് മുന്നിൽ നേതാക്കൾക്കെതിരെ പോസ്റ്റർ. മകരവിളക്ക് സമയത്ത് RT-PCR നിർബന്ധം. ശബരിമലയിൽ പുതിയ കോവിഡ് മാനദണ്ഡങ്ങൾ. നെഗറ്റീവ് സർട്ടിഫിക്കറ്റിനുള്ള സമയപരിധി 48 മണിക്കൂർ. സ്കൂൾ തുറക്കുമോ? ഇന്ന് നിർണായക യോഗം. 10+2 ക്ലാസുകൾ തുടങ്ങാൻ ആലോചന. CM രവീന്ദ്രൻ ഇന്ന് മീഡിയയ്ക്ക് മുന്നിൽ ഹാജരായേക്കില്ല. രവീന്ദ്രന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ. കർഷക പ്രക്ഷോഭം 22ാം ദിവസം. നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതിയിൽ. ദേശീയപാതയിൽ നിന്ന് സമരക്കാരെ നീക്കണമെന്ന ഹർജിയിലും വാദം. ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റ് ഇന്ന് അഡലേഡിൽ. പൃഥ്വി ഷോയും ഉമേഷ് യാദവും കളിക്കും. വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ ഇടതുമുന്നണി. ഏറ്റവും പ്രതികൂല സാഹചര്യത്തിലുണ്ടായ വിജയം വലിയ ഊർജ്ജമാണ് മുന്നണി നേതൃത്വത്തിന് നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇന്ധനമായും ഈ വിജയത്തെ മുന്നണി കാണുന്നു. ജോസ് കെ മാണിയെ മുന്നിലെടുത്ത് നടത്തിയ പരീക്ഷണം വിജയം കണ്ടതും നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്നു. ഞങ്ങള് പുറപ്പുറത്തുകാരിൽ നിന്ന് കൊട്ടിഘോഷിച്ചിട്ടുണ്ടാവില്ല, ഇതാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നുവെന്ന്. ജനങ്ങൾ നേരിട്ടത് അനുഭവിക്കുന്നുണ്ട്, അവരത് ഹൃദയത്തിലേറ്റുന്നുണ്ട്. ആ ജനങ്ങളാണ് ഞങ്ങളോടൊപ്പം നിന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 16-ാം തീയതി നമുക്ക് കാണാം എന്ന്
നേരത്തെ പറയുന്നതിനും ഉള്ള ആത്മധൈര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്തരത്തിലൊരു കുതിച്ചുകയറ്റം നേതൃത്വം പോലും മുൻകൂട്ടി കണ്ടതല്ല. കോട്ടകൾ കാത്തതിനൊപ്പം UDFന്റെ ശക്തിദുർഗങ്ങളിലും ചെങ്കൊടി പാറി. BJPയുടെ വളർച്ച സൂക്ഷ്മമായി മുന്നണി വിലയിരുത്തും. ജോസ് കെ മാണിയെ മുന്നണിയിലെടുത്തത് ഗുണം ചെയ്തു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ ഇടതു കടന്നുകയറ്റത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്കുള്ള പങ്ക് വലുതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പൊതുവിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റത്തെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിന് ആക്കം പകരുന്ന ഒന്നായി തന്നെയാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി വന്നതും സംഭവിച്ചത്. പിന്നെ കേരള കോൺഗ്രസ് എം വന്നപ്പോൾ അതിൻ്റെതായ ഒരു ഊർജവും കൂടി LDFന് കിട്ടുന്ന നിലയുണ്ടായി. വലിയ തോതിലുള്ള സ്വീകാര്യത ആ പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നുള്ളതും വസ്തുതയാണ്. മുന്നണിയിൽ ജോസ് കെ മാണിയുടെ വിലപേശൽ ശക്തി വർദ്ധിക്കും. മാണി സി കാപ്പന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകും. 7 ജില്ലാ പഞ്ചായത്ത് മാത്രം ഭരിച്ചിരുന്ന LDF 11 ഭരണമുറപ്പിച്ചു. കൈവശമുണ്ടായിരുന്ന കോർപ്പറേഷനുകളിൽ തൃശൂരിലെ പിന്നോട്ടുപോക്ക് കല്ലുകടിയായി. എറണാകുളത്തേത് ചരിത്ര മുന്നേറ്റം. ബ്ലോക്ക് പഞ്ചായത്തിൽ വമ്പൻ മുന്നേറ്റം. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും എണ്ണം കുറഞ്ഞെങ്കിലും അതൊന്നും വിജയത്തിളക്കം കുറയ്ക്കുന്നില്ല. അടുത്ത ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് ഈ വിജയം നൽകുന്ന ഊർജം ചെറുതല്ല. ജനങ്ങളുടെ വിജയമാണ്. നമ്മൾ ഒന്നായി തുടരണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത എല്ലാവരുടെയും വിജയമായാണ് ഇതിനെ കാണേണ്ടത്. കേരളത്തെയും അതിൻ്റെ നേട്ടങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നാടിനെ സ്നേഹിക്കുന്നവർ നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് 100 ദിന കർമ്മ പരിപാടികളും ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപനവും ഉടനുണ്ടാകും. കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കുമെതിരെ പ്രതിരോധം ശക്തമാക്കാനും വിജയം ഇടതുമുന്നണിക്ക് ബലം നൽകും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. നമ്മൾ ഇപ്പോൾ കണ്ടത് വിജയത്തിൻ്റെ സ്റ്റോറിയാണ്. ഇനി കാണാൻ പോകുന്നത് ഈ പരാജയത്തെക്കുറിച്ചുള്ള കൂലകൾ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ കെ സുധാകരനായാലും കെ മുരളീധരനായാലും ടി എൻ പ്രതാപനായാലും ഇവരൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിൽ UDFിൻ്റെ ഒരു പരാജയം ഉണ്ടാകുന്ന കാലത്തെല്ലാം ഇത് സംഭവിക്കുന്നതാണ്. നേതൃത്വത്തിൻ്റെ വലിയ വിമർശനം ഉണ്ടാവും, പിറ്റുന്നൊരു കമ്മിറ്റി കൂടും, എല്ലാം ശരിയാക്കാം എന്ന് പറയും. പക്ഷേ കെ സുധാകരൻ്റെ ഉള്ള ആളുകൾ പറയുന്നത് കുറെ കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ. അതെ അതെ കുറച്ചുകൂടെ ആ പ്രവർത്തകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന മട്ടിലേക്ക് കെ മുരളീധരൻ പ്രതികരിച്ചു. എനിക്ക് തോന്നുന്നു ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് യോഗം ചേരും. വിവാദങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടും കനത്ത തിരിച്ചടി നേരിട്ടതിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരും. പരാജയ കാരണങ്ങൾ യോഗം വിലയിരുത്തും. വെൽഫെയർ പാർട്ടി ബന്ധത്തെ ചൊല്ലി മുരളീധരൻ മുല്ലപ്പള്ളി വാഗ്പോര് ദോഷം ചെയ്തു എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. വിമതരുമായി വിജയിച്ചവരുടെ സ്വീകരിക്കേണ്ട സമീപനം യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. രാവിലെ 11-ന് KPCC ആസ്ഥാനത്താണ് യോഗം ചേരുന്നത്. സ്വാഭാവികമായിട്ടും കണക്കിനപ്പുറം മാനസികമായ ഒരു തിരിച്ചടി കൂടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ പല സ്ഥലത്തും എനിക്ക് തോന്നുന്നു ഈ വലിയ തുറ പോലുള്ള എക്കാലവും UDFിനെ കൊടുക്കുന്ന പ്രദേശങ്ങൾക്ക് 41-42 വോട്ടാണ് UDF സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ പുഷ്പലത CPMൻ്റെ പുഷ്പലത പരാജയപ്പെട്ട നാലാങ്കൽ അങ്ങനെ എന്തൊരു സ്ഥലമാണ്. അവിടെ 74 വോട്ടോ മറ്റുമാണ് UDF സ്ഥാനാർത്ഥി കിട്ടി. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തെക്കുറിച്ച് തിരുവനന്തപുരത്ത് വ്യാപകമായ പരാതി പല ഘട്ടങ്ങളിൽ പ്രതിഷേധങ്ങൾ രാവിലെ തന്നെ കാരണം ഇന്നലെ അതിൽ ഈ പ്രതികരിച്ച നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ ജയിക്കും പെട്ടെന്ന് എന്നങ്ങ് തെറ്റിദ്ധരിച്ചിട്ട് ചിലതൊക്കെ അങ്ങോട്ട് ചെയ്തു എന്ന് മുരളീധരൻ തന്നെ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. അതുമാത്രമല്ല തോറ്റിട്ട് പിന്നെ ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്നും മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും 2021 അധികാരത്തിലെത്താമെന്ന UDFിന്റെ മോഹങ്ങൾക്ക് ഏറെ കനത്ത പ്രഹരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ഗ്രൂപ്പ് മാനേജർമാരാണ് പരാജയത്തിന് ഉത്തരവാദികളെന്ന വിമർശനം അണിയറയിൽ ശക്തമായി കഴിഞ്ഞു. നേതൃമാറ്റം എന്ന ആവശ്യത്തിനും മൂർച്ച കൂടി. ലീഗും PJ ജോസഫും വിമർശനവുമായി പരസ്യമായി രംഗത്തെത്തിയതും പൊട്ടിത്തെറിക്കുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയ കൊടുമുടിയിൽ നിന്ന് തിരിച്ചടിയുടെ ആഴക്കയത്തിലേക്കാണ് UDF വീഴ്ച. വിവാദങ്ങളിൽ കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും എന്തുകൊണ്ട് നേട്ടം കൊയ്യാനായില്ല?
ഇതിന് ഉത്തരം തിരിയുകയാണ് UDF. സ്ഥാനാർത്ഥി നിർണയത്തിലെ അസ്വാരസ്യങ്ങൾ മുതൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പാളിയതുവരെയുള്ള പോരായ്മകൾ നിരവധി. വെൽഫെയർ പാർട്ടിയുമായുള്ള നീക്കുപോക്കിൽ നേതാക്കൾ രണ്ടഭിപ്രായം പറഞ്ഞ് കലഹിച്ചത് തിരിച്ചടിക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. ജോസും ദളും മുന്നണി വിട്ടത് ക്ഷീണമായെന്നും അഭിപ്രായമുണ്ട്. BJPയിലേക്കുള്ള വോട്ടുചോർച്ച തടയാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. വസ്തുതകൾ ഇതായിരിക്കെ ജനവിധി അനുകൂലമാണെന്ന് നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തികച്ചും രാഷ്ട്രീയമായിരിക്കില്ല. വ്യക്തികൾ, കുടുംബങ്ങൾ, മറ്റ് പ്രാദേശിക പ്രശ്നങ്ങൾ ഇതെല്ലാമായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ ലക്ഷ്യം ഞങ്ങൾ ഇതുകൊണ്ട് പൂർണ്ണ തൃപ്തരാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഞങ്ങൾ ഓരോ പ്രദേശത്തെയും പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കും. ആ പരിശോധിച്ച ശേഷം അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ എപ്പോഴും ഒരു താരതമ്യം നോക്കുമല്ലോ. താരതമ്യം നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുമായിട്ടാണ് നോക്കുന്നത്. അത് നോക്കുന്ന അവസരത്തിൽ ഇത് സംബന്ധിച്ചിടത്തോളം അത് ഒരു പരിധി വിട്ട് പുറകോട്ട് പോയി എന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് കണക്ക് സഹിതം വെച്ച് പറഞ്ഞിട്ടുള്ളത്. അതേസമയം വരാനിരിക്കുന്ന പൊട്ടിത്തെറിയെക്കുറിച്ച് കെ മുരളീധരൻ MP തുറന്നടിച്ചു. തൊലിപ്പുറത്തുള്ള ഒരു ചികിത്സ കൊണ്ട് രോഗം മാറില്ല. ഒരു മേജർ സർജറി വേണം, പക്ഷെ അതിനുള്ള സമയമില്ല. തിരുവനന്തപുരത്തടക്കം UDFന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന തീരമേഖലയും ഇക്കുറി കൈവിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരത്തിൽ എത്തണമെങ്കിൽ വിയർക്കേണ്ടി വരും എന്ന സൂചനയാണ് ഈ ജനവിധി നൽകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ പണ്ടൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ അമ്മിക്കല്ല് പൊക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ 40 വയസ്സായി, ഇപ്പോഴും ഞാൻ അമ്മിക്കല്ല് പൊക്കാൻ നോക്കുന്നത് എനിക്ക് പറ്റില്ല. അതിനർത്ഥം എൻ്റെ ആരോഗ്യത്തിന് ഒരു മാറ്റവുമില്ല എന്നാണെന്ന് ഇങ്ങനെ അത്തരത്തിലൊരു കഥയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ താരതമ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അടിത്തറ ഇളകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കഥയാണ് ഓർമ്മ വരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നല്ലോ, ആശ്വസിക്കാൻ ഓരോരുത്തർക്ക് ഓരോ വഴികൾ. ഏതായാലും കണക്കിന്റെ കളിയിൽ തൽക്കാലം തോറ്റു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ആശ്വസിക്കുക, തിരിച്ചു വരിക. സംബന്ധിച്ച് സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരു 3 മാസത്തിനപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഡിസംബർ തീരാറായി. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ബഹളം തുടങ്ങും. കാരണം ഈ മാസത്തിലത്തെ സർക്കാർ വരേണ്ടതാണ്. ഈ 3 മാസത്തിനകം വേണം ഈ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് കൂലങ്കഷമായി ചിന്തിച്ച് പരിഹരിക്കാൻ. റിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ചെറിയ സംഗതിയല്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയം, UDF രാഷ്ട്രീയം ഭയങ്കര ഈ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വാർത്തകളുടെ ഒരു ബഹളമാണ് ഇനി വരാനുള്ളത്. ഒരു ചെറിയ ബഹളത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ. തിരുവനന്തപുരം DCC പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പേരിലുള്ള പോസ്റ്റർ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ വന്നു കഴിഞ്ഞു. KPC ഓഫീസിന്റെ മതിലിലും പോസ്റ്റർ പതിച്ചു. DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനലിനെ പുറത്താക്കണമെന്നാണ് ആവശ്യം. നേതാക്കൾ സീറ്റ് കച്ചവടം നടത്തി എന്നാണ് ആരോപണം. VS ശിവകുമാർ, ശരത്ചന്ദ്ര പ്രസാദ്, പാലോട് രവി, തമ്പാൻ രവി എന്നിവർക്കെതിരെയാണ് ആരോപണം. TG സായിത്താണ് ചേരുന്നത്. സായിത്ത്, ഞാൻ ലല്ലു ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയുള്ളൂ, ഇനിയുള്ള UDF രാഷ്ട്രീയം അത് സാഗൂതം വീക്ഷിക്കേണ്ട ഒന്നാണെന്ന്. അത് പൊട്ടിത്തെറികളാവട്ടെ, വിമർശനങ്ങളാവട്ടെ, ഏതായാലും ചുമരിലാണ് ആദ്യത്തെ പൊട്ടിത്തെറി കാണുന്നത്. സായിത്ത്, എന്തൊക്കെയാണ്? പതിവ് പ്രകടനമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുണ്ടാവുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസ് തന്നെയാണ് പണിയൊരുക്കം തുടക്കമിടുന്നത്. പോസ്റ്റർ പതിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം ആദ്യവട്ടം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നു എന്ന പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അവർ പോസ്റ്റർ പ്രചരണം നടത്തിയിരിക്കുന്നത്. KPCC ഓഫീസിന്റെ മതിലില്, ഒപ്പം തന്നെ DCC ഓഫീസിന്റെ മതിലില്, നഗരത്തിന്റെ മറ്റു മേഖലകളിലൊക്കെ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ പറയുന്നത് തിരുവനന്തപുരം DCCക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് DCC പിരിച്ചുവിടണമെന്നാണ് ഇവരുടെ ആവശ്യം. അതുപോലെ സീറ്റ് കച്ചവടം നടത്തി. ഈ സീറ്റ് കച്ചവടം നടത്തിയതിന് പിന്നിൽ DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനല്, VS ശിവകുമാർ, തമ്പാനൂർ രവി, പാലോട് രവി, ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ആരോപണമാണ് ഇതിലുള്ളത്. തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി സീറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അങ്ങനെ ഗുരുതരമായ ആരോപണമാണ്. നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ തിരുവനന്തപുരം DCC ഓഫീസിലെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളും പ്രവർത്തകരും എത്തി
വലിയ ബഹളം ഉണ്ടാക്കുന്ന വാർത്ത നമ്മൾ തന്നെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതാണ്, പ്രേക്ഷകർ അതൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ കുറച്ചു നേരം മുമ്പ് ഗോപിയോട് പറഞ്ഞത് ഈ വലിയതൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ കോർപ്പറേഷനിലും UDF സ്ഥാനാർത്ഥി കിട്ടിയ 41-42 വോട്ടുകളാണ് എന്ന് മറ്റുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിനോടൊപ്പം UDFിനോടൊപ്പം പരമ്പരാഗതമായി നിൽക്കുന്ന പ്രദേശങ്ങളിൽ പോലും വലിയ തിരിച്ചടി UDFിനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിടേണ്ടി വന്നിരിക്കുന്നു, തിരുവനന്തപുരം ജില്ലയിൽ നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനം തന്നെയാകും ഈ പ്രതിഷേധം എന്ന് വേണം കരുതാൻ. ഏതായാലും എന്തായിരിക്കും പാർട്ടിയിലെ യുവതലമുറയുടെ തുടർന്നുള്ള നീക്കം എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ധാരണ നമുക്കുണ്ടോ? യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. ഇതിൽ ആരൊക്കെ പരസ്യ നീക്കങ്ങളുമായി ഇനി മുന്നോട്ട് വരുമെന്നതാണ് നിർണായകമായ കാര്യം. ഇന്നലെ കെ മുരളീധരൻ ആദ്യ വെടി പൊട്ടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് നേതാക്കളും സമാനമായ നീക്കം നടത്തും. കാരണം ഈ പ്രാദേശിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക നേതാക്കൾക്ക് പാർട്ടി രംഗത്തുള്ളവർക്ക് പരിഗണന നൽകുന്നതിന് പകരം ചില സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി. ഇതാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. അതാണ് ഈ തിരുവനന്തപുരത്തെ തോൽവിക്ക് കാരണം. പ്രധാന നേതാക്കൾ ഇതിന് ഇടനിന്നു. ഇതൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ രഹസ്യമായും ഒക്കെ ഇവർ ഉന്നയിച്ചിരുന്ന ഈ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അത് പരസ്യമാക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലും സമാനമായ നീക്കമുണ്ടാവാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ തീരദേശം പോലെയുള്ള പരമ്പരാഗതമായ, അതായത് എല്ലാ തിരിച്ചടികളും സംസ്ഥാനത്ത് കോൺഗ്രസിനും UDFിനും ഉണ്ടാവുമ്പോഴും ഈ തീരദേശ മേഖല പൂർണ്ണമായും കോൺഗ്രസിനൊപ്പം നിന്ന ചരിത്രമാണുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഇത്തവണ ഈ തീരദേശം പൂർണ്ണമായും കോൺഗ്രസിനെ കൈവിട്ടു എന്നതാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയിക്കുന്നത്. അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം ഗുരുതരമായ പിഴവുകൾ പറ്റിയെന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. ആരോപണങ്ങളൊക്കെ ഇനി കൂടുതൽ ശക്തമാവും. കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തും. നേതാക്കൾക്ക് ഇതിനോട് പ്രതികരിക്കേണ്ടി വരും. ഇതാണ് നിലവിലുള്ള സാഹചര്യം. എന്തായാലും കടുത്ത പ്രതിസന്ധിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് ഇപ്പോഴുണ്ടായ ഈ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടാം. വളരെ നന്ദി സതീഷ്. തുടർന്നുള്ള ബുള്ളറ്റിനുകളും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എനിക്ക് തോന്നുന്നു ഗോപി ഈ വിവരങ്ങൾ തന്നെ വളരെ സംഗീതമാണ്. വോട്ട് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ മറുപടി അറിയാം, പക്ഷെ വോട്ട് എവിടെ പോയി എന്നുള്ളത് വലിയ കൺഫ്യൂഷനാണ്. എനിക്ക് തോന്നി പ്രതിഷേധം ഈ തോൽവിയൊക്കെ മുന്നിൽ കണ്ട് നേരത്തെ പോസ്റ്ററൊക്കെ അടിച്ച് വെച്ചിരുന്നാണ് സംശയമുണ്ട്. രാവിലെ സംഭവം എല്ലായിടത്തും ഉണ്ട്. KPCC ഫ്രണ്ടിലും DCC ഓഫീസർ ഫ്രണ്ടിലും അടക്കം നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയകാര്യ സമിതി ചേരുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് അവരുടെ നീക്കം എന്താണ്, അവരുടെ പ്രതിഷേധം അറിയിക്കുമെന്നുള്ള എല്ലാം വലിയ ചോദ്യങ്ങളാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ അതിനുള്ള ഉത്തരം തട്ടെ. നമുക്കേതായാലും ഈ തെരഞ്ഞെടുപ്പ് വിശകലനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ 3 റീജിയനിൽ നിന്ന് 3 റിപ്പോർട്ടർമാരുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും, കൊച്ചിയിൽ നിന്ന് CN പ്രകാശും, തിരുവനന്തപുരത്ത് നിന്ന് വിനേഷ് കുമാറും ചേരുന്നുണ്ട്. അരുണിലേക്ക് പോയാൽ അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലല്ലു. അരുണ്, തിരുവനന്തപുരത്തെ കാര്യം നമുക്കറിയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സംസ്ഥാനം തന്നെ ഏറെ കാര്യമായി നോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക്. കാരണം BJP അധികാരത്തിൽ വരും എന്ന ഒരു വലിയ പ്രതീതി, അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ എത്തും എന്ന് BJP പരസ്യമായി പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പ്. കാടിളക്കിയുള്ള പ്രചരണം. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ആർക്കും ഭൂരിപക്ഷമില്ലാതെ ഭരിച്ച ഒരു കോർപ്പറേഷൻ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ഇടതുമുന്നണിയുടെ വിജയം പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതാണ്ട് പകുതിയോളം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുക, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുക, തിരുവനന്തപുരത്തെ നഗരസഭകളെ ഒപ്പം കൂട്ടാൻ കഴിയുക, ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളിലും മുന്നേറാൻ കഴിയുക, ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, ഇടതുപക്ഷ രാഷ്ട്രീയം ശ്രദ്ധയോടെ കാണുന്ന ഒരു മാധ്യമപ്രവർത്തനം നിലയിൽ ചോദിക്കുക. സത്യത്തിൽ ഇത്ര വലിയ ഒരു വിജയം LDFിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്താണ് LDFിന് അനുകൂലമായ ഘടകങ്ങൾ എന്നാണ് അരുൺ മനസ്സിലാക്കുന്നത്? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPMന്റെ സാധാരണ പൊളിറ്റിക്കൽ റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടിൽ ശേഷം CPM നേതാക്കൾ, തലസ്ഥാനത്തെ പ്രധാന CPM നേതാക്കൾ പറഞ്ഞത് കേവല ഭൂരിപക്ഷം നേടുമെന്ന ഉറപ്പാണ്. അന്ന് പക്ഷേ അതാരും അത്ര കാര്യമായിട്ടില്ല. കാരണം അത്ര ശക്തമായ മത്സരമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ BJPയുടെ ഈ ഒരു മുന്നേറ്റം എന്ന് തന്നെ പറയണം. കാരണം കഴിഞ്ഞ തവണ 34 സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തവണ BJP പിന്നോട്ട് പോകുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് അവസാന നാളുകൾ, തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ഉണ്ടായ പ്രചരണം മാത്രമല്ല, പലയിടത്തും പ്രത്യേകിച്ച് തീരദേശ വാർഡുകളിലൊക്കെ കോൺഗ്രസ് UDF വലിയ കുതിച്ചുകയറ്റം ഉണ്ടാക്കുമെന്നും വിലയിരുത്തലുണ്ടെന്ന്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഇടതുമുന്നണി വിചാരിച്ചെടുത്ത കാര്യങ്ങൾ നിന്നു. അത് ഇടതുമുന്നണിയുടെ സീറ്റുകൾ പ്രധാനമായും ലഭിച്ചത് UDFിൽ നിന്നാണ്. 22 സീറ്റുകളാണ് ഇടതുമുന്നണി ഇത്തവണ പിടിച്ചെടുത്തത്. അതായത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ പിടിച്ചത് ഏറിയ സീറ്റുകളും UDFിൽ നിന്നാണ്. BJPയുടെ സീറ്റുകളും സിറ്റിംഗ് സീറ്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, CPMന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 11 BJP പിടിച്ചെടുക്കുകയും ചെയ്തു.
വളരെ വ്യത്യസ്തമായ ശ്രദ്ധിക്കേണ്ട രാഷ്ട്രീയമാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. CPM-ന് വലിയ രീതിയിൽ ആഹ്ലാദിക്കാം, അഭിമാനിക്കാം. പക്ഷേ UDF അവിടെ തകരുന്നു, കോൺഗ്രസ് തകരുന്നു. ആ നേട്ടം ആരുണ്ടാക്കിയെന്ന ചർച്ചകൾ കൂടി വരും ദിവസങ്ങളിലുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ UDF തകരുമ്പോൾ അവിടെ നേട്ടമുണ്ടാക്കിയത് BJP-യാണ്. CPM-ന് ഇപ്പോൾ വലിയ വിജയത്തിൽ ആഹ്ലാദിക്കാം. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷേ BJP തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ വളരുന്നുവെന്നത് വലിയ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ മോഡി തരംഗത്തിലാണ് BJP തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതെന്ന വിലയിരുത്തലുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരമൊരു തരംഗമില്ല. കേന്ദ്ര സർക്കാരിനെതിരെ പാചകവാതക വില വർധനയും അതുപോലെ പെട്രോൾ ഡീസൽ വില വർധനയിലുമൊക്കെ വലിയ ജനരോഷമുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടും BJP-ക്ക് ഇവിടെ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുണ്ട്. മറുവശത്ത് CPM-നും ഒട്ടും അവരുടെ സംഘടനാ തലം നോക്കുമ്പോൾ ഒട്ടും ആശങ്കയ്ക്ക് വകയില്ല. വട്ടിയൂർക്കാവിൽ നല്ല വിജയം നേടി. കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മണ്ഡലമാണ്. അവിടെ 22-ൽ 14 സീറ്റുകളോളം CPM-ന് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആശങ്കയായി നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു. നേമത്ത് കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ആദ്യമായി BJP അധികാരത്തിലെത്തിയ മണ്ഡലമാണ്. അവിടെ BJP-യുടെ ശക്തി ക്ഷയിക്കുന്നു എന്ന വിലയിരുത്തൽ CPM കേന്ദ്രങ്ങളിലുണ്ട്. അവിടുത്തെ MLA ഒ രാജഗോപാലിനെതിരെ പൊതുവെ നല്ല അഭിപ്രായം ജനങ്ങൾക്കിടയിലെന്ന വിലയിരുത്തലുണ്ട്. പക്ഷേ അതൊന്നുമല്ല നേമം മണ്ഡലത്തിലെ വോട്ടുകൾ കാണുമ്പോൾ. നേമം മണ്ഡലത്തിൽപ്പെട്ട കോർപ്പറേഷൻ വാർഡുകളിൽ ശക്തമായ സാന്നിധ്യമായി വിളപ്പിൽ വിളപ്പിൽ ഏരിയ കമ്മിറ്റി കീഴിൽ ഉൾപ്പെട്ട 4 വാർഡുകൾ ഈ കോർപ്പറേഷനിലുണ്ട്. അവിടെയും തിരിച്ചടി ഇടതുമുന്നണിക്കുണ്ട്, CPM-നുണ്ട്. അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ CPM-ന് ഭാവിയിൽ കൂടുതൽ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അതിശക്തമായ പോരാട്ടത്തിൽ തലസ്ഥാന നഗരഭരണം നിലനിർത്താനായത് 2010-ൽ കേവല ഭൂരിപക്ഷം ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നു. ഇത്തവണയും ആ കേവല ഭൂരിപക്ഷം കഴിഞ്ഞ തവണ UDF-ന്റെ ദയാനുകമ്പയിൽ ഭരിച്ച കോർപ്പറേഷൻ എന്ന വിമർശനമുണ്ട്, ആക്ഷേപമുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് ഇത്തവണ തിളക്കമാർന്ന വിജയം തന്നെയാണ് ഇടതുമുന്നണി CPM തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിച്ചെടുത്തിലൂടെ നേടിയിരിക്കുന്നത്. പക്ഷേ ആശങ്കയ്ക്ക് വകയുണ്ട്. BJP-യുടെ വളർച്ച തടയാനുള്ള നടപടികളിലേക്ക് പാർട്ടി CPM-ഉം അതുപോലെ മുന്നണിയും ഉടൻ ഇറങ്ങുമെന്ന സൂചനകളുണ്ട്. ഏതായാലും യുവ സ്ഥാനാർത്ഥികളുടെ വലിയ വിജയം. പ്രധാനികൾ അടിമതറിയപ്പോൾ 2015 നമ്മൾ കണ്ടതാണ്. CPM-ന്റെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന C ജയൻ ബാബുവും കരമന ഹരിയും അതുപോലെ അതടക്കമുള്ള വളരെ VS പത്മകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ 2015-ൽ തോറ്റതാണ് അന്ന് ഇടതുമുന്നണിക്ക് CPM-ന് തിരിച്ചടിയായത്. ഇത്തവണയും ആ സ്ഥിതി ഒട്ടും മാറിയില്ല. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അധ്യാപക സംഘടനാ നേതാവ് AG ഒലീന നെടുങ്കാട്ട് CPM-ന്റെ കോട്ടയെന്ന് തന്നെ പറയാം. തലസ്ഥാന ജില്ലയിൽ 55 വർഷത്തിലേറെ CPM സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ച നെടുങ്കാട് വാർഡിലാണ് മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന നേതാവും CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ എസ് പുഷ്പലത പരാജയപ്പെട്ടത്. അത്തരത്തിലുള്ള പരാജയങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ യുവ സ്ഥാനാർത്ഥികളുടെ വലിയൊരു കുതിപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM കാട്ടിയ സൂക്ഷ്മത, അതിനുള്ള പ്രതിഫലമാണ് ഈ മുന്നണിയുടെ ഇവിടുത്തെ വിജയമെന്ന് പറയേണ്ടി വരും. യുവ സ്ഥാനാർത്ഥികളെ ഇറക്കിയുള്ള വിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണ VK പ്രശാന്തിനെ മേയറാക്കിക്കൊണ്ടുള്ള വലിയ പരീക്ഷണം CPM-ന് ഭയങ്കര ഗുണം ചെയ്തു എന്നാണ് നമുക്ക് അനുസരിച്ചിട്ട് ഇപ്പൊ മധ്യമേഖലയിലേക്ക് വരുമ്പോഴും ഈ മൈക്രോ ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്. അതിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും ഇപ്പൊ മധ്യകേരളത്തിലെ രാഷ്ട്രീയ പരീക്ഷണം ജോസ് കെ മാണി എടുത്ത രാഷ്ട്രീയ പരീക്ഷണമാണെങ്കിലും ആ മാനേജ്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ വൃത്തിയായി ചെയ്യാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ മധ്യമേഖലയിലേക്ക് വരാം. ഏതായാലും പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, നിർണായകമായ ഏരിയ ഈ മധ്യമേഖല കൂടിയായിരുന്നു, മധ്യകേരളം കൂടിയായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയ പരീക്ഷണം ജോസിന്റെ ചിരിയിൽ ഇന്നലെ അത് തെളിഞ്ഞു കാണുന്നു. പക്ഷേ അത് ഭാവിയിലേക്ക് ഉണ്ടാക്കുന്ന മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ കൊച്ചി കോർപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വെച്ച് പ്രധാനപ്പെട്ട വിമർശനം കൊച്ചിയിൽ പാർട്ടി ചിലരുടെ കയ്യിലാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷൻ്റെ വിജയം ഇടതുമുന്നണിയെ സംബന്ധിച്ചൊരു അതൊരു ചെറിയ കാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം 10 വർഷം അവർ ഇത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്നു. അതായത് ഏറ്റവും UDF-ന്റെ ഏറ്റവും വലിയ ബെൽറ്റിൽ കാലടിയിൽ മണ്ണ് പോകുന്നു. അതായത് കൊച്ചി കോട്ടയം പോലുള്ള മേഖലകളിൽ കടന്നുകയറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു, അതിന് ജോസ് കെ മാണിയുടെ വരവ് കാരണമാകുന്നു, അത് സഹായം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അവർ ആ പുതിയ രാഷ്ട്രീയ പരീക്ഷണം തൽക്കാലത്തേക്ക് അത് വിജയമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ഏതായാലും ബാക്കി CM പ്രകാശ് പറയട്ടെ.
ഈ മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുമ്പോൾ അത് ഒറ്റ വാക്കിൽ പറയാം, ഇത് പിണറായി വിജയന്റെയും ജോസ് കെ മാണിയുടെയും വിജയമാണ്. മധ്യ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഈ ഇലക്ഷനിൽ കൊണ്ട് നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് പിണറായി വിജയനും ജോസ് കെ മാണിയുമാണ്. കാരണം ഇത്രയേറെ ആരോപണങ്ങൾ പ്രതിസ്ഥാനത്ത് പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ സർക്കാർ ഇത്രയേറെ വലിയൊരു അഗ്നിപരീക്ഷണം നടത്തുന്ന ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതികൾ എത്തി നിൽക്കുന്നു. മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ 11 ജില്ലാ പഞ്ചായത്തിലും അധികാരത്തിലെത്താൻ കഴിയുക എന്ന് പറയുന്നത് വലിയ തോതിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഏതായാലും അതിന് ഗുണകരമായ രീതിയിൽ മധ്യ തിരുവിതാംകൂറിൽ ജോസ് കെ മാണി വിഭാഗത്തെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേരള കോൺഗ്രസിൻ്റെ പിളർപ്പിന് തന്നെ നാന്ദി കുറിച്ച കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 9 സീറ്റിലും മത്സരിച്ച് 9 സീറ്റിലാണ് ജോസ് കെ മാണി വിഭാഗം മത്സരിച്ചത്. അതിൽ 5 സീറ്റ് വിജയിക്കാൻ കഴിയുകയും ചെയ്തു. ഈ ജില്ലാ പഞ്ചായത്തുകളിൽ, അതായത് മധ്യ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളിൽ എറണാകുളം ഒഴികെ ബാക്കി എല്ലാ ജില്ലാ പഞ്ചായത്തിലും LDFന് വിജയിക്കാൻ കഴിഞ്ഞതും വലിയ നേട്ടമാണ്. അതിൽ എടുത്തു പറയേണ്ടത് കോട്ടയത്തെ ജോസ് വിഭാഗത്തിൻ്റെ തേരോട്ടം തന്നെയാണ്. പാലാ മുനിസിപ്പാലിറ്റിയിലടക്കം തൊടുപുഴയിലടക്കം ജോസഫിനുണ്ടായിട്ടുള്ള തിരിച്ചടി, ഇടുക്കിയിൽ ജോസഫ് വിഭാഗത്തിനുണ്ടായിട്ടുള്ള തിരിച്ചടി. കാരണം തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കാര്യമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്കുമില്ല. നേരത്തെ വലിയ തോതിൽ ഏതാണ്ട് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനൊക്കെ ഒരു വാർഡ് കൗൺസിലർ, ഒരു നഗരസഭ പിടിച്ചെടുക്കിയിട്ടുള്ള ജോസഫ് വിഭാഗത്തിന് അവിടെ തിരിച്ചടി നേരിട്ടുണ്ട്. ഇടുക്കി ജോസഫ് വിഭാഗത്തിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ജോസ് വിഭാഗത്തിന് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് വലിയ തോതിൽ ആഹ്ലാദം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇടത് മുന്നണിയിൽ തന്നെ CPIക്കായി വലിയ ഒരു ഘടകകക്ഷിയായി ജോസ് കെ മാണി മാറാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റുകൾ അവർക്ക് അവകാശപ്പെടാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചി കോർപ്പറേഷനാണ്. കാരണം കാലാകാലങ്ങളായി പരമ്പരാഗതമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് UDFന് കൂടുതൽ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷൻ. ആ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട്, ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട്, മേയർ മാറ്റവും അടക്കമുള്ള കാര്യങ്ങൾ, അധ്യക്ഷ പദവിയിൽ മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഗ്രൂപ്പ് പോരുകൾ കാലാകാലങ്ങളായി നീളിച്ചതാണ്. പക്ഷേ ഇന്നലെ K മുരളീധരൻ അടക്കം പരസ്യമായി പറയുകയും ചെയ്തു, കൊച്ചി എന്ന് പറയുന്നത് ചില നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായി, ചില നേതാക്കന്മാരുടെ നിയന്ത്രണത്തിലാണ് എറണാകുളം കൊച്ചി കോർപ്പറേഷൻ എന്ന് പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി LDFന് ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഭരണം ആർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ വിമതന്മാരും സ്വതന്ത്രന്മാരുമാണ് അവിടെ തീരുമാനമെടുക്കാൻ പോവുക. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജോസ് വിഭാഗത്തിൻ്റെ മുന്നേറ്റം മാറ്റിവെച്ചാൽ മധ്യ തിരുവിതാംകൂറിൽ, മധ്യ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2020 ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കുമെന്ന് 2020യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള സാബു ജേക്കബ് ഇന്നലെ പരസ്യമായി പ്രസ്താവന നടത്തുകയും ചെയ്തു. കുന്നത്തനാട് നിയമസഭാ നിയോജക മണ്ഡലം സംവരണ മണ്ഡലമാണ് എങ്കിൽ പോലും സമീപ മണ്ഡലങ്ങളായിട്ടുള്ള പെരുമ്പാവൂര്, മൂവാറ്റുപുഴ പ്രദേശങ്ങളിൽ, പിറവം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ, 2020ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ തവണ ഒരു പഞ്ചായത്തിൽ മാത്രം ജയിച്ച 2020 ഇക്കുറി 5 പഞ്ചായത്തിലാണ് മത്സരം നടത്തിയത്. അതിൽ 4 പഞ്ചായത്തിലും ഭരണം പിടിച്ചെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഐക്കനാട് പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാതെയാണ് 2020 ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 2020 ഉയർത്തുന്ന പുതിയ രാഷ്ട്രീയ ആശയങ്ങളോട് ഈ പുതിയ വോട്ടർമാർക്കും ഒപ്പം തന്നെ പൊതുവിൽ ജനങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നതും ഒരു വലിയ പ്രത്യേകതയായി കാണേണ്ടതുണ്ട്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ഉള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. സംസ്ഥാന തലത്തിൽ ഇത്തരത്തിൽ ഈ പ്രബലമായിട്ടുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മത്സരിക്കുന്ന ജനകീയ കൂട്ടായ്മകളുമായി യോജിക്കാനുള്ള പ്രകാശ് പറഞ്ഞ ആ ഒരു പോയിന്റ്, കാരണം 2020 ആയാലും അതുപോലെ തന്നെ V4 കൊച്ചി എന്ന് പറയുന്ന സംഘടനയായാലും V4 കൊച്ചി കോർപ്പറേഷനിലും പല സ്ഥലങ്ങളിലും മുന്നണികൾക്ക് ഭീഷണിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ വോട്ടിങ്ങിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വരുമ്പോൾ തന്നെ എടുക്കാമെന്നാണ് വോട്ട് ഷെയർ അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ആ പരീക്ഷണങ്ങൾ ചില തരത്തിൽ സ്പാർക്ക് കാണുന്നു എന്നുള്ളത് പഠന വിഷയം തന്നെയാണ്. പഠന വിഷയം. കാരണം നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പേടിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജനകീയ കൂട്ടായ്മകളിൽ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. തിരുവനന്തപുരത്തെ പരീക്ഷണം, തിരുവനന്തപുരം വികസന മുന്നണി അല്ലെങ്കിൽ വികസന മുന്നേറ്റം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ അത് ഒരു ചെറിയ ടൈമല്ലേ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതൊരു സാന്നിധ്യമായി. പക്ഷേ ഇവിടെ 2020 പോലുള്ള പരീക്ഷണങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കൂടി 2020 ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യം കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊക്കെ പരിശോധിച്ചാൽ അവർക്കല്ലേ. നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് വിനേഷ് ഉണ്ട്. വിനേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ വോട്ടെടുപ്പ് ദിവസം രാവിലെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനോട് വിനേഷ് തന്നെയാണ് ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ K. സുരേന്ദ്രൻ പറഞ്ഞത് കോഴിക്കോട് കോർപ്പറേഷൻ
ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു. BJP ഭരിക്കുന്ന 1-2 അല്ലെങ്കിൽ BJP കിട്ടാൻ സാധ്യതയുള്ള 1-2 പഞ്ചായത്തുകൾ പരിവെച്ചപ്പോൾ അദ്ദേഹം നിരവധി പഞ്ചായത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ഇടതുമുന്നണി കൂടുതൽ നില മെച്ചപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും അതുതന്നെയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതിയും അതുതന്നെയാണ്. മൊത്തത്തിൽ മലബാർ മേഖല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ UDF വെൽഫെയർ പാർട്ടി ബന്ധം വെൽഫെയർ പാർട്ടിക്ക് ഗുണം ചെയ്തുവെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ ഇന്നലെ പറയുന്നുണ്ട്. അത് UDFന് എത്രത്തോളം ഗുണം ചെയ്തു എന്നാണ് UDF മനസ്സിലാക്കുന്നത്. അവിടെ വെൽഫെയർ പാർട്ടിയുമായിട്ടുണ്ടാക്കിയ ബന്ധം മറ്റ് സ്ഥലങ്ങളിൽ UDFന് പ്രശ്നമായി എന്ന് മറ്റുള്ള വാദഗതികൾ വരുന്നുണ്ട്. ഏതായാലും മൊത്തത്തിൽ മലബാർ നമ്മളൊന്ന് അവലോകനം ചെയ്യുമ്പോൾ, മലബാർ ഒന്ന് പരിശോധിക്കുമ്പോൾ എവിടെയാണ് UDFന് പ്രശ്നമുണ്ടായത്, LDFൻ്റെ ഏത് തന്ത്രമാണ് വിജയിച്ചത്? ലല്ലു, നമുക്കറിയാം കോഴിക്കോട് പൊതുവെ ഇടത്തോട്ട് ചാരി നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ജില്ലയാണ്. കാലങ്ങളായിട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മാറി ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ കോഴിക്കോട് പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും കോഴിക്കോട് ഇടതുപക്ഷത്തിനൊപ്പം എല്ലാ കാലവും നിന്ന ചരിത്രം മാത്രമാണുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ 4.5 പതിറ്റാണ്ടിലധികമായി കോഴിക്കോട് കോർപ്പറേഷൻ LDFൻ്റെ കയ്യിൽ തന്നെയാണ്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ 4 സീറ്റുകൾ കൂടി. കഴിഞ്ഞ തവണ 47 ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ പിന്നീട് LJDയിൽ നിന്ന് 3 പേര് കൂടി എത്തുന്നതോടുകൂടി 50 ആയിരുന്നു. ഇത്തവണ 51. ഇവിടെ UDFന് കാര്യമായ ഗുണമുണ്ടായില്ല എന്ന് തന്നെ എടുത്തു പറയണം. കാരണം 17 സീറ്റിൽ അവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. BJPയും ആകെ 7 സീറ്റിൽ. സുരേന്ദ്രൻ പറഞ്ഞത് ലല്ലു സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ വലിയൊരു നിർണായക ശക്തിയായി മാറും, ആര് ഭരിക്കണമെന്ന് തങ്ങൾ തീരുമാനിക്കും എന്നുള്ള രീതിയിലായിരുന്നു BJP അവരുടെ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ അത് മാത്രമല്ല, അവരങ്ങനെ തന്നെയായിരുന്നു അതിനെ പ്രവചിച്ചിരുന്നതും. പാർട്ടിക്കുള്ളിലും അങ്ങനെ തന്നെയായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത്. പക്ഷേ BJPക്ക് ആ കാര്യമായ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ BJPക്ക് കഴിഞ്ഞ തവണ 4 ഡിവിഷൻ അവർക്ക് നഷ്ടപ്പെട്ടു. പകരം പുതിയത് 4 അവർ പിടിക്കുകയും ചെയ്തു. ആ പുതിയതായി പിടിച്ച സ്ഥലങ്ങളിൽ പലപ്പോഴും UDFൽ വോട്ടുകൾ കുറയുകയും LDFൻ്റെ പോലും ഡിവിഷൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും UDFൽ അവിടെ വോട്ടുകൾ പകുതിയിലധികം കുറഞ്ഞ സംഭവങ്ങളുണ്ടായി. പ്രത്യേകിച്ച് കോട്ടൂളി വാർഡിൽ കോർപ്പറേഷൻ ഒരുപക്ഷെ മേയറായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ജയശ്രീ സുരേഷ് മത്സരിക്കുന്ന അവിടെ എത്രയോ കാലമായി LDFൻ്റെ കോട്ടയാണ്. പക്ഷേ അവിടെ 2ാം സ്ഥാനത്ത് കോൺഗ്രസ് വന്ന ചരിത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തവണ 2ാം സ്ഥാനത്തല്ല, കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി. 2ാം സ്ഥാനത്ത് BJPയിൽ അത്ര അറിയപ്പെടുകയൊന്നും ചെയ്യാത്തൊരു സ്ഥാനാർത്ഥി അവിടെ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഇതാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ മൊത്തത്തിലുള്ള ചിത്രം അനുസരിച്ചാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് 27-ൽ 18 LDF തന്നെയാണ്. ബാക്കി മാത്രമേ UDFന് ലഭിച്ചുള്ളൂ. UDFനുണ്ടായ നേട്ടം നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ചെറിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭകളിൽ കഴിഞ്ഞ തവണ ഒരു സ്ഥലത്ത് മാത്രം, അതായത് കൊടുവള്ളി നഗരസഭ മാത്രമായിരുന്നെങ്കിൽ ഇത്തവണ 4 നഗരസഭ UDFന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. രാമനാട്ടുകരയും കൊടുവള്ളിയും കുന്നമംഗലവും ഉൾപ്പെടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ LDFന് 48 പഞ്ചായത്തുകൾ, 70 പഞ്ചായത്തുകളിൽ 48 എണ്ണമാണ് LDFന് കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ അത് 43 കുറയുകയും ചെയ്തു. അവിടെയും 5 പഞ്ചായത്തുകൾ കൂടുതൽ UDFന് ലഭിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ കൂടുതൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. 12 ഡിവിഷനുകളിൽ 10 LDF തന്നെയാണ്, 2 UDF. കഴിഞ്ഞ തവണയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ BJP ഇവിടെയെല്ലാം തന്നെ വോട്ടിൻ്റെ തോത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിലും BJP അങ്ങനെ ഒരു നിർണായക ശക്തിയാകാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയണം. പ്രത്യേകിച്ച് സുരേന്ദ്രൻ്റെ തട്ടകമാണ്. സുരേന്ദ്രൻ ഇവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പിന് ക്യാമ്പ് ചെയ്ത് ഇവിടെ പ്രചാരണം നടത്തുകയും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുകയും ചെയ്തായിരുന്നു കോഴിക്കോട്. പക്ഷേ അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ ഒന്നും തന്നെ സാമൂതിരി നാട്ടിലായാലും ശരി കടത്തനാട്ടിലായാലും ശരി കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിയാതെ പോയി. മറ്റൊന്ന് മുക്കത്ത് കഴിഞ്ഞ തവണ 19 സീറ്റ് ഉണ്ടായിരുന്നു. അന്ന് വെൽഫെയർ പാർട്ടിയും LDFും തമ്മിലുള്ള നീക്കുപോക്കിലാണ് 19 സീറ്റായിരുന്നു അന്ന് LDFന് ലഭിച്ചിരുന്നു ഈ മുന്നണിക്ക്. അങ്ങനെ അവർ ഭരണം കൈയാളിയിരുന്നു. അവരും 4 പതിറ്റാണ്ടിലധികമായി. ഇപ്പോൾ കഴിഞ്ഞ തവണയാണ് അത് മുനിസിപ്പാലിറ്റി ആവുന്നത്. അതിൻ്റെ മുമ്പ് പഞ്ചായത്ത് ആയിരുന്ന സമയത്തും അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തവണ 15 സീറ്റിൽ LDFും 15 സീറ്റിൽ വെൽഫെയർ പാർട്ടി UDF സഖ്യവുമാണ്. അവിടെ BJP കഴിഞ്ഞ തവണ 1 സീറ്റായിരുന്നത് ഇപ്രാവശ്യം 2 സീറ്റായി ഉയർത്തി. പക്ഷേ ഇതൊന്നുമല്ല, അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു വിമതൻ ജയിച്ചിട്ടുണ്ട് 30-ാം വാർഡിൽ. അയാൾ തീരുമാനിക്കും ആര് ഭരിക്കണം എന്നുള്ളത്. അതാണ് അവിടെ നിർണായക ശക്തി. പക്ഷേ എന്നെ ചെയർമാൻ ആക്കി കഴിഞ്ഞാൽ ആ മുന്നണിയുടെ ഭാഗം ഞാൻ ആവാൻ എന്നുവരെ അദ്ദേഹത്തിന് ബാർഗൈൻ ചെയ്യാനുള്ള സ്പേസ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആര് വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. ഒരുപക്ഷെ ലീഗിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുമോ അതല്ലെങ്കിൽ LDFൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയണം.
അങ്ങനെയും സംഭവിക്കാം. മറ്റൊന്ന് ഒഞ്ചിയത്താണ്. ഒഞ്ചിയത്ത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതായത് RMP തന്നെയാണ് ഒഞ്ചിയത്ത്. ചോറോട് അതുപോലെ തന്നെ ഏറാമല പഞ്ചായത്തുകളിലും RMP UDF ഉള്ള ജനകീയ മുന്നണി നിലമെച്ചപ്പെടുത്തി. മറ്റൊന്ന് കൊടുവള്ളിയിലാണ്. കൊടുവള്ളി കാരാട്ട് ഫൈസലിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാരാട്ട് ഫൈസലിൻ്റെ സ്ഥാനാർത്ഥിത്വം വരെ വളരെ വിവാദമായിരുന്നു. അവിടെ കാരാട്ട് ഫൈസൽ വിജയിച്ചു. അവിടെ LDF നിർത്തിയിരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ഡമ്മി ആയിരുന്നു എന്ന് ആദ്യം മുതലേ നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ അദ്ദേഹം വേറൊരു വാർഡിലുള്ളതാണ്. അദ്ദേഹം പൂർണ്ണമായും സൈലന്റ് ആവുകയും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ വ്യാപകമായി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ഐസ്ക്രീം പാർലർ കേസ് ഏറെ പ്രസിദ്ധമായിരുന്നു. കോഴിക്കോട് വലിയ ചർച്ചകൾ ഉണ്ടായതാണ്. അന്ന് മേയറായിരുന്ന ആളാണ് O രാജഗോപാൽ. O രാജഗോപാലിന് ഐസ്ക്രീം പാർലർ കേസ് പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ CPIയിലായിരുന്നു. CPIയിൽ നിന്ന് അദ്ദേഹം പുറത്തായി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം CPMൽ തിരിച്ചു വന്നു. ഇത്തവണ അദ്ദേഹം കല്ലായി വാർഡിൽ നിന്ന് ജനവിധി തേടി. കല്ലായി വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം LDFന്റെ കോട്ടയായി അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തോൽപ്പിക്കേണ്ടവരെ കൃത്യമായി തന്നെ തോൽപ്പിക്കാൻ, അത് ഇടതുപക്ഷത്തായാലും എവിടെയായാലും തോൽപ്പിക്കാൻ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഉദ്ദേശിച്ചത്ര വന്നില്ല. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞപ്പോൾ നഗരസഭകളിലും മറ്റുള്ള ഈ ഗ്രാമപഞ്ചായത്തുകളിലും താഴോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഏതായാലും വരും ബുള്ളറ്റിനുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഈ ജനമനസ്സ് എത്രമാത്രം സങ്കീർണമാണ് എന്നുള്ളതാണ്. കൃത്യമായി തോൽപ്പിച്ചു എന്നാണ്. മറ്റേ കാരാട്ട് വയസ്സിൽ അവിടെ ഡെമ്മി സ്ഥാനാർത്ഥിയായിരുന്നില്ല. ഡെമ്മി എന്നൊക്കെ പറയാൻ നമ്മളെ സിനിമ പറയുന്ന പോലെയാണ് പുള്ളിയുടെ സ്ഥിതി. കാരണം ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ല, പുള്ളിയുടെ വോട്ട് പോലും. ഏതായാലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ 21-നാണ് നടക്കുക. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും ആദ്യ അംഗത്തെ ഭരണാധികാരിയാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടത്. കോർപ്പറേഷനുകളിൽ ജില്ലാ കളക്ടർമാർക്കാണ് ചുമതല. അന്ന് തന്നെ ആദ്യ ഭരണസമിതി യോഗവും ചേരും. കോർപ്പറേഷനിലെയും മുനിസിപ്പാലിറ്റിയിലെയും അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് 28-ന് നടക്കും. ത്രിതല പഞ്ചായത്തുകളിൽ 30-നാണ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ്. ഈ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. ഈ നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിലെ കാര്യമോടെ എനിക്ക് ഓർമ്മ വരുന്നു. ഇപ്പം കുഴപ്പമില്ല, സത്യപ്രതിജ്ഞ ഒക്കെ ചെയ്യും. 28-ാം തീയതി അധ്യക്ഷൻ തിരഞ്ഞെടുക്കണമെങ്കിൽ എൻ്റെ നാട്ടിൽ ടോസിട്ടേ പറ്റും. ഇവിടെ 14-4 അപ്പോൾ ആ ജന്മകാലത്ത് എന്ത് സംഭവിക്കുന്നത് അറിയാൻ പറ്റും. ഏതായാലും ടോസിടുന്ന ദിവസം ഇനി നിർണായകമാകുമ്പോൾ ഇനി അതാണ്. ഏതായാലും നമുക്കൊരു ഇടവേളയിലേക്ക് പോകാമെന്ന് തോന്നുന്നു ഗോപി. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം ഒരു അതിഥി നമ്മളെ കാത്തുണ്ട്. തിരുവനന്തപുരത്തെ വഞ്ചൂർ വാർഡിൽ നിന്ന് വിജയിച്ച LDF കൗൺസിലർ ഗായത്രി ഇടവേളയ്ക്ക് ശേഷം നമുക്കിപ്പം അതിഥിയായി ചേരും. മലയൻകീഴ് ഡിവിഷനിൽ നിന്ന് ജയിച്ച D സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. നഗരസഭയിലെ തിളക്കമാർന്ന വിജയത്തിനിടയിലും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഒലീനയും പുഷ്പലതയും പരാജയപ്പെട്ടത് CPMന് തിരിച്ചടിയായി. പേരൂർക്കടയിൽ നിന്ന് ജയിച്ച മുൻ PSC അംഗം കൂടിയായ ജമീല ശ്രീധർ, പരിചയസമ്പന്നയായ വള്ളക്കടവ് കൗൺസിലർ ഷാജിദ നാസർ എന്നിവരും പരിഗണിക്കപ്പെടും. 2015-ൽ VK പ്രശാന്തിനെ മേയറാക്കാനുള്ള തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു. ആ മാതൃക പിന്തുടർന്നാൽ വീണ്ടും യുവ മേയർ വരും. അങ്ങനെയെങ്കിൽ പ്രഥമ പരിഗണന വഞ്ചിയൂർ കൗൺസിലർ ഗായത്രി ബാബുവിനാകും. യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന CPM നേതൃത്വത്തിന്റെ നിലപാടും ഗായത്രിക്ക് അനുകൂലമാണ്. CPM സംസ്ഥാന നേതൃത്വമാകും തലസ്ഥാന നഗരാധ്യക്ഷയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഞങ്ങൾക്കതിനൊന്നും അധികം സമയം ആവശ്യമില്ല. ഞങ്ങൾ നിർത്തിയിരിക്കുന്നതിൽ മേയറായി നയിക്കാൻ യോഗ്യതയുള്ള നിരവധി ആളുകളുണ്ട്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം CPIക്കാണ്. കഴിഞ്ഞ കൗൺസിലിലെ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ ഇത്തവണയും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ പട്ടം കൗൺസിലറും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ PK രാജുവിനാണ് കൂടുതൽ സാധ്യത. പട്ടികജാതി സംവരണമായ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് D സുരേഷ് കുമാർ വരും. കിളിമാനൂരിൽ മത്സരിച്ച S സുനിലിനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സുനിലിന്റെ അപ്രതീക്ഷിത പരാജയം സുരേഷിന് അവസരമൊരുക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭ അധ്യക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് കണ്ടത്. ഏതായാലും നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് വഞ്ചൂരിൽ നിന്ന് വിജയിച്ച LDF കൗൺസിലർ ഗായത്രി ബാബു നമ്മളുടെ മഞ്ചേരിയാണ്. ഗായത്രി, ഗുഡ് മോർണിംഗ് ആൻഡ് ആശംസകൾ. ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായിട്ടും ഉജ്ജ്വല പോരാട്ടമായിരുന്നു, അഭിമാനിക്കാവുന്ന വിജയമായിരുന്നു അല്ലേ? അതെ, തീർച്ചയായും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മേയർ സ്ഥാനാർത്ഥി അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു ശരീരമുണ്ട്. അതൊന്നും നമ്മൾ ബാധിക്കുന്ന വിഷയമല്ല. നമുക്ക് അറിയാനുള്ള ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെക്കുറിച്ചാണ്. അതായത്
ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഇതേപോലൊരു കോർപ്പറേഷൻ മത്സരത്തിലേക്ക്, അതും പാർട്ടി ഭയങ്കര ആവേശത്തോടെ കാത്തിരുന്നൊരു മത്സരം. കാരണം തിരുവനന്തപുരം നഗരസഭാ ഭരണം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പിടിക്കുക എന്നുള്ളത് CPM-ൻ്റെ ലക്ഷ്യം. ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളൊരു തലത്തിൽ BJP നിൽക്കുന്നു. ഒരിഞ്ഞ പോരാട്ടം നടക്കുന്നതിനിടയ്ക്കാണ് വഞ്ചി ഒരു സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഒരു അങ്കലാപ്പ കണ്ടായിരുന്നോ? ഇല്ല, ഈ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായി ആയിരുന്നു ഈ തീരുമാനം ഉണ്ടായത്. പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഞാൻ ഈ കൊല്ലം MA കഴിഞ്ഞിട്ടാണ് വന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നു. വാർഡിൻ്റെ ആവശ്യകത മനസ്സിലാക്കി മത്സരിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു. പല വാർഡുകളിലും ത്രികോണ മത്സരം എന്ന് തന്നെ നമുക്ക് പറയാം. ആശങ്ക അത്തരത്തിലുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം പുതിയ മേഖലയല്ല എന്ന് മുൻപും ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട്. പക്ഷേ സ്ഥാനാർത്ഥിയായി ആദ്യമായി മത്സരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെയും ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യം അടക്കം ഡിസ്കസ് ചെയ്തപ്പോഴും ഞങ്ങൾ അരുണും റിപ്പോർട്ടർമാർ പറഞ്ഞ പോലെ യുവനിരയെ കൃത്യമായി പിക്ക് ചെയ്ത് പ്ലേസ് ചെയ്യുക എന്നൊരു മൈക്രോ ഇലക്ഷൻ മാനേജ്മെൻറ്റ് അത് ഏറ്റവും ഭംഗിയായി ചെയ്തത് ഇടതുമുന്നണിയാണ്. അതിൻ്റെ ഒരു ഫലം കൂടി കണ്ടു എന്ന് വിലയിരുത്തുന്നവർ കൂടിയുണ്ട്. യുവനിരയെ ശക്തമായ യുവനിരയെ കൊണ്ടുവന്നിട്ട് എങ്ങനെ കാണുന്നു അതിനെ? അതെ, നമ്മൾ സ്ഥാനാർത്ഥി പട്ടിക പോലും ആദ്യം LDF-ൻ്റെയാണ് വന്നത്. അപ്പോൾ അത്ര കോൺഫിഡൻ്റ് ആണ് LDF എന്ന ആളുകൾക്ക് ആദ്യമേ മനസ്സിലായി. അതിൽ 66% തിരുവനന്തപുരം നഗരസഭ നോക്കുമ്പോൾ 66% സ്ത്രീകളായിരുന്നു. പിന്നെ ഒരുപാട് പേര് ചെറുപ്പക്കാരും. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം മനസ്സിലാക്കിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. ഞാൻ ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി ആളുകളെ പേഴ്സണലായി കാണുമ്പോഴുമൊക്കെ മനസ്സിലായത് അതാണ്. നിങ്ങളെപ്പോലെ ചെറുപ്പക്കാർ വരണം എന്നൊക്കെ അവർ പറയുമ്പോൾ ഇത് സമൂഹത്തിൻ്റെ പൊതു ആവശ്യമാണെന്ന് എനിക്ക് പോലും സ്വയം ബോധ്യപ്പെട്ടത് അപ്പോഴാണ്, പ്രചരണത്തിൻ്റെ ഭാഗമായി ഇറങ്ങിയപ്പോഴാണ്. അപ്പോൾ അത്തരമൊരു അനാലിസിസ് കൃത്യമായി നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇടതുപക്ഷം എത്തിയത്. അത് അഭിമാനകരമാണ്. ഇപ്പോൾ ആ യൂത്ത് അല്ലെങ്കിൽ ആ യുവനിര മുഴുവൻ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ വലിയൊരു മാറ്റം തന്നെ നമുക്കിനി സമീപകാലങ്ങളിൽ കാണാൻ കഴിയും എന്ന് കരുതുന്നു. ഏതായാലും ഇപ്പോൾ പ്രചരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് വാർത്തകൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും വലിയ പ്രതിരോധത്തിലായ സമയമായിരുന്നു. ഭരണപക്ഷവും അല്ലെങ്കിൽ CPM-ഉം എല്ലാം. എങ്ങനെയായിരുന്നു ആ സമയത്ത് അനുഭവങ്ങൾ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിശദീകരണങ്ങൾ? ആ സമയത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിന് കാരണമായ ഘടകങ്ങൾ? അത് പ്രധാനമായും വന്നത് പേരിൻ്റെ പേരിലുള്ള ഒരു സംഗതിയായിരുന്നു, അലിഗേഷനായി വന്നത്. അത് ഞാൻ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ ക്ലാരിഫിക്കേഷൻ അതിൽ വേണമെന്ന് തോന്നുന്നില്ല. ടെക്നിക്കാലിറ്റിയുടെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു. മാത്രമല്ല, തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ഒരുപാട് പേര് പിന്നീട് അത് അറിഞ്ഞ ഉടനെ എന്നെ വന്ന് സമീപിക്കുകയും ഞാൻ പറഞ്ഞ ക്ലാരിഫിക്കേഷനിൽ കൺവിൻസ്ഡ് ആയിട്ട് പിന്നെ അവർ അങ്ങനെ തന്നെ എനിക്ക് വേണ്ടി തന്നെ നമ്മുടെ LDF സ്ഥാനാർത്ഥി വിജയിക്കണം എന്ന് തന്നെ പറഞ്ഞ് പ്രചരണം സോഷ്യൽ മീഡിയ വഴി നടത്തുകയും ചെയ്തിരുന്നു. അല്ലാതെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന ഒരു കൂട്ടം ആരോപണങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സർക്കാർ തന്നെ എത്ര ജനകീയമായാണ് ഇടപെടുന്നതെന്ന് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോഴും ആരോപണങ്ങൾ അനാവശ്യമായി ഒരടിസ്ഥാനവുമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ നമ്മളെപ്പോലെ മത്സരിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്ന്. അതുകൊണ്ട് അതൊരു വലിയ ആശങ്കയായോ ഒരു പ്രശ്നമായോ മുന്നോട്ട് പോക്കിനെ ബാധിച്ചിട്ടില്ല. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത്, വാർഡിൽ എല്ലാവരും ഞാൻ കൊടുത്ത ആ ഒരു ക്ലാരിഫിക്കേഷനിൽ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു. വഞ്ചൂർ വാർഡ് നിവാസികൾക്ക് അത്തരത്തിലൊരു തെറ്റിദ്ധാരണ പോലും ആദ്യം മുതലേ ഉണ്ടായിരുന്നില്ല. അത്
വലിയ ആത്മവിശ്വാസവും ധൈര്യവും തന്നു. കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം തന്നെ വലിയ ധൈര്യമാണ് തന്നത്. ഈ ഗായത്രിയെ സംബന്ധിച്ചാണെങ്കിൽ പൊതുപ്രവർത്തനം ഒരു അന്വേഷണമില്ല. എനിക്ക് തോന്നുന്നു ഇത്ര ഉള്ളപ്പോൾ മുതൽ പാർട്ടി ഓഫീസിൽ ഒക്കെ പോയി അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം ഒക്കെ പാർട്ടി ഓഫീസിലും ഒക്കെ പോയിട്ടുള്ള ഒരാളാണ്. വളരെ ചെറുതിലെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഗായത്രിയുടെ അച്ഛനായാലും അമ്മയായാലും വർഷങ്ങളായി പൊതുരംഗത്ത് നിൽക്കുന്ന രണ്ടുപേരാണ്. ആ ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് പറയേണ്ട കാര്യമില്ല. എനിക്ക് ചോദിക്കാനുള്ളത് വഞ്ചൂർ പോലുള്ളൊരു ഒരു വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലമൊക്കെയാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല കൂടിയാണ് വഞ്ചൂർ. അവിടെ നമ്മൾ ഇതേപോലെ ഈ സാഹചര്യങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു ഗായത്രിക്ക്. എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം? നിങ്ങൾ അതുപോലെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന പോലെ അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? എനിക്ക് ഒരുപക്ഷെ ഞാൻ 2015 മത്സരിച്ചിരുന്നെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നു. കാരണം LDFന്റെ സിറ്റിംഗ് സീറ്റ് അല്ലാത്ത ഒരു വാർഡാണല്ലോ വഞ്ചൂർ വാർഡ്. ഒരു പ്രത്യേക തരത്തിൽ ചിന്തിക്കുന്ന ജനവിഭാഗമുള്ള പല ക്ലാസ്സിലും ഒക്കെ പെടുത്താൻ പറ്റുന്ന ആളുകളുള്ള ഒരുപാട് വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുള്ള വാർഡാണ്. ഇപ്പോൾ 2015 LDF സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആശങ്ക. ഒരു നിമിഷം ഗായത്രി, ഒരാളെ കൂടെ നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഗോപി, നമുക്ക് ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഗായത്രിയുടെ അറിഞ്ഞിരിക്കാൻ രേഷ്മ മറിയം, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 21 വയസ്സാകാൻ വേണ്ടി കാത്തിരുന്ന ആളാണ്. എന്നിട്ടോ ഉജ്ജ്വല വിജയം. അതെ അതെ. ഏതായാലും രേഷ്മയുണ്ട്. രേഷ്മ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അഭിനന്ദനങ്ങൾ. താങ്ക് യു. എങ്ങനെയാണ് ആഘോഷം? ആഘോഷം ആണ്. ഒരു 15 വർഷത്തിന് ശേഷമാണ് ഇവിടെ വിജയിക്കുന്നത്, LDF വിജയിക്കുന്നത് വാർഡില്. 20 വർഷത്തിന് ശേഷം പഞ്ചായത്തിലും ഭരണം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇരട്ടി സന്തോഷമാണ്. എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. പ്രത്യേകിച്ച് നാട്ടുകാര്, കൂടെയുള്ളവര്, ഫ്രണ്ട്സോ എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. ഈ നമ്മളിവിടെ പറയുമായിരുന്നു, അതായത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 21 വയസ്സാവണമല്ലോ, അതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. അതെ, കാത്തിരുന്ന് 21 ആയതാ. മെമ്പറാണല്ലേ? മെമ്പറാ. അങ്ങനെ ഇനി മെമ്പറുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? മെമ്പറുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു നാട്ടിൻ പ്രദേശമാണ് ഞങ്ങളുടേത്, ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ സാധാരണക്കാരായ ആളുകളാണ്. കൂടുതലും കർഷകരായിട്ടുള്ളവരും കൂലിപ്പണിക്കാരും പിന്നെ സാധാരണപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു ജീവിത നിലവാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം. അവർക്ക് അവരുടെ ജീവിതത്തിൽ വികസനങ്ങൾ കൊണ്ടുവരും. നമ്മുടെ ഒരു പ്രദേശം വികസിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. സമഗ്രമായ ഒരു വികസനം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് കൃഷി വളരെയധികം പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വന്യമൃഗങ്ങളുടെയൊക്കെ നാശമുള്ളൊരു സ്ഥലമാണ് ഇങ്ങനത്തെ ഒരു പ്രദേശമായതുകൊണ്ട്. അപ്പോൾ അവർക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യണം. പിന്നീട് യൂത്ത് ഒരുപാട് പേരുണ്ട്, ഞാനും യുവജനമാണല്ലോ. അപ്പോൾ അവരുടെ കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിലയിലേക്ക് മാറണം. അപ്പോൾ ഒരുപാട് പേര് എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ തക്ക പ്രവർത്തനം കാഴ്ചവെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. രേഷ്മ കേട്ടോ, ഭൂരിപക്ഷം എത്രയായിരുന്നു? ഭൂരിപക്ഷം 70 തൊട്ടായിരുന്നു. അടിപൊളി. ഏതായാലും രേഷ്മ സംസാരിക്കുമ്പോഴേ പ്രായം കൊണ്ട് 21 ആണെന്ന് തോന്നില്ല കേട്ടോ. നല്ല മുതിർന്ന പക്വതയുള്ള ഗായത്രി ബാബു കൂടി ചേരുന്നു. ഗായത്രി, രേഷ്മയെ ഒന്ന് അഭിനന്ദിക്കട്ടെ. നിങ്ങൾക്ക് കേൾക്കാമോ രേഷ്മയെ? നിങ്ങൾ ഈ CPM കൗൺസിലർ ഏറ്റവും പ്രായം കുറഞ്ഞ രേഷ്മയോട് എന്താ ചോദിക്കാനുള്ളത്, പറയാളെ? കേൾക്കാം. രേഷ്മയോട്, രേഷ്മ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഞങ്ങൾ വലിയ താമസിക്കാതെ തന്നെ ചിലപ്പോൾ നേരിട്ട് കാണുമായിരിക്കും. സന്തോഷം എന്താന്ന് പറഞ്ഞാൽ രേഷ്മ പറഞ്ഞതുപോലെ യുവജനങ്ങളെല്ലാം ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂട്ടായ ഒരു പ്രവർത്തനത്തിന് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഇപ്പം പറ്റിയിട്ടുണ്ട്. രേഷ്മയ്ക്ക് 21 വയസ്സല്ലേ, എനിക്ക് 23 വയസ്സാണ്. അപ്പം ഞങ്ങൾക്ക് പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചും ഒക്കെ ഒരുമിച്ച് നീങ്ങാൻ കഴിയും. വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളും വിജയിച്ചിട്ടുണ്ട് പാർട്ടിയിലുള്ള. അപ്പോൾ അവരുടെയും കൂടെ ഒരു മേൽനോട്ടം വഹിക്കാൻ അവരുണ്ട്, കാര്യങ്ങൾ ഉപദേശിച്ചു തരാൻ അവരുണ്ട്. അതുകൊണ്ട് രേഷ്മയ്ക്കും എന്നെ പോലെ ഒരു വലിയ ഭാഗ്യം അത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാലും രേഷ്മ, അഭിനന്ദനങ്ങൾ.
യെസ്, നിങ്ങൾ ഈ യോജന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വയസ്സന്മാരാക്കരുത്. ഏതായാലും രേഷ്മ, ഒരു കാര്യം കൂടി, എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ഒരു പോരാട്ടം? രേഷ്മ, ആ പ്രചരണ സമയത്തുള്ള അനുഭവങ്ങളൊക്കെ എന്തായിരുന്നു? പ്രചരണ സമയത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണത്തെ അഭിമുഖീകരിക്കുന്ന ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഒട്ടേറെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയല്ലേ. ഇപ്പൊ മറ്റു തെരഞ്ഞെടുപ്പ് പോലെയല്ല, അത് ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന ഒരു വർക്കല്ലേ. അപ്പം അവരുടെ പ്രശ്നങ്ങൾ അവര് നമ്മളോട് സംസാരിക്കും, അവര് മകളെ പോലെ നമ്മളോട് സംസാരിക്കും, നമ്മളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആളുകളുണ്ട്. അതൊക്കെ വലിയ അനുഭവമാണ്. പിന്നെ ഒരു സഖാവ് പ്രായം ചെന്ന ആളാണ് പുള്ളിക്കാരൻ. ഒരു 5-6 കിലോമീറ്റർ നടന്ന് പെൻഷൻ കിട്ടിയ പണവുമായിട്ട്, നമ്മുടെ വാർദ്ധക്യ പെൻഷൻ കിട്ടിയ പൈസയുമായിട്ട് അത് തെരഞ്ഞെടുപ്പ് വർക്കിലേക്ക് തരാൻ വേണ്ടിയിട്ട് വന്നു. അതായിരുന്നു വേറിട്ടൊരു അനുഭവം, ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവം. നടന്നാണ് വന്നത് ഇങ്ങ് വരെ. അപ്പം അത് വളരെയധികം സന്തോഷം തന്നു. അങ്ങനെയൊക്കെയുള്ളവരുടെ ഒരു കൂട്ടായ വിജയം ആണ് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഒരു വ്യക്തിയല്ലല്ലോ. അതാണെങ്കിൽ ആദ്യം മത്സരിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റേ കാരണം അടിച്ച പോലെ മത്സരിക്കാനോ ഞാനോ എന്നൊക്കെ പറഞ്ഞ് അന്തിച്ച് നിന്ന ഒരാളായിരിക്കും അല്ലേ? അതെ, പ്രത്യേകിച്ച് ഈ വയസ്സിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇപ്പൊ 6-ാം തീയതി ഇങ്ങനെ പ്രഖ്യാപനം വന്നപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താവും എന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ 19-ാം തീയതി വരെ ഉണ്ടല്ലോ നോമിനേഷൻ സമർപ്പിക്കാൻ, അവസാന തീയതി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തലനാരിലേക്ക് രക്ഷപ്പെട്ടു. ഇപ്പൊ ഏതായാലും മെമ്പറായി. ചില്ലറ കളിയല്ല, രാവിലെ തൊട്ട് ആൾക്കാർ വരും, അവരുടെ വിഷമങ്ങൾ പറയും, പരാതികരണം, ഇടപെടണം. ഇനിയുള്ള സജീവമായ ദിവസങ്ങൾ അല്ലേ? സജീവമായ ദിവസങ്ങളാണ്. ഇപ്പൊ സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ഉള്ളൂ. ഇത് ഇപ്പൊ രാവിലെ എണ്ണിക്കണം, ആളുകൾ വരുന്നു, അതൊന്നും പുതുമയുള്ള കാര്യമല്ല, പഴയ പോലെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ ഉത്തരവാദിത്വം, അതാണ്. ഏതായാലും പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയ വിജയം എന്ന് സ്വാഭാവികമായും പറയാം. അപ്പൊ താങ്കളുടെ വിജയം അടക്കം, രേഷ്മയുടെ വിജയം അടക്കം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള CPM-ന്റെ ഇടതുമുന്നണിയുടെ ഈ ഒരു മുന്നേറ്റത്തെ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ പ്രധാനമായിട്ടും വിലയിരുത്തിയിട്ടുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. കാരണം നമുക്കറിയാം, മുൻപ് കിട്ടാതിരുന്ന പല സീറ്റുകളും, കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന പല പ്രദേശങ്ങളും ഇടതുപക്ഷം ജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇപ്പം നുണപ്രചരണങ്ങൾ എത്രമാത്രം ഉണ്ടായാലും ജനങ്ങൾ കൃത്യമായിട്ട് വിധി എഴുതും. അങ്ങനെ ജനങ്ങൾ കൃത്യമായിട്ട് വിധി എഴുതിയതാണ്. ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, വമ്പിച്ചൊരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്, ചെറിയൊരു വിജയമല്ല. അപ്പൊ ജനങ്ങൾ വിധി എഴുതി ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് കേരളം ഒന്നാകെ ശരിയായ വികസനത്തിന്റെ പാതയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൂചകമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും രേഷ്മ, വളരെയധികം നന്ദി രാവിലെ വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ. ഏതായാലും മെമ്പർ ജീവിതം ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗായത്രി കൂടി ചേരുന്നു. ഗായത്രി, ഏതായാലും രേഷ്മ ഇപ്പോൾ സംസാരിച്ചിരുന്ന് നിങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും തോന്നുന്നൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ കടമെടുക്കുന്നു, യുവാക്കളായതുകൊണ്ടായിരിക്കും. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഗായത്രിയുടെ അവസാനം ചോദിക്കുകയുള്ളൂ. കാരണം ഒരുപാട് പേരുണ്ട്. നേരത്തെ ഗായത്രി ഇപ്പം തൊട്ടപ്പുറത്ത് വാർഡിൽ ശരണ്യ അവിടെ നിന്ന് വിജയിച്ചിരിക്കുന്നു, മുടമൂളിൽ നിന്ന് ആര്യ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഏതാണ്ട് ഒരേ ഏജ് ഗ്രൂപ്പുകാരാണ്. ഈ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലാണ് ഞാൻ ആലോചിക്കുന്നത്. ഗോപി, മറ്റേ കോളേജിലൊക്കെ പോയിരിക്കുന്നുണ്ടെങ്കിൽ ഇവരൊരു വലിയ സംഘമുണ്ട്, ഒരു യുവത്വം നിറഞ്ഞൊരു കൗൺസിലാണ് വരുന്നത്. എന്താണ് ഗായത്രിയുടെ മനസ്സിൽ ഇനിയുള്ള ഒരു പ്ലാൻ? കാരണം വഞ്ചിയൂർ വാർഡിന് വേണ്ടി എന്തൊക്കെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ? അതിനെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങുന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കി. എന്നാലും ഒരു പ്രഥമ പരിഗണന എന്തായിരിക്കും? നമ്മളെ വാർഡിനെ കുറിച്ച് വാർഡിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റോ ആയിട്ട്, പ്രകടന പത്രികയായിട്ട് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പം അതിലെ കാര്യങ്ങൾ മുൻഗണന കൊടുത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വപ്നമല്ല, ഈ വാർഡിലെ എല്ലാവരുടെയും ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാണ് അത്തരത്തിലൊരു പ്രകടന പത്രിക തയ്യാറാക്കിയത്. അത്യാവശ്യമായി വേണ്ടത് എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ മുൻപ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടുപോയതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. പിന്നെ പുതിയതായി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കുറേ പുതിയ ആശയങ്ങളുണ്ട്. ചിലത് കമ്മ്യൂണിറ്റി ഹാള്, ഈ വയോജനങ്ങൾക്കുമായാലും സ്ത്രീകൾക്കായാലും ഒക്കെ വന്ന് വിശ്രമിക്കാൻ ഒരു കമ്മ്യൂണിറ്റി ഹാള് വേണം. ഈ വാർഡിലെ ആളുകൾക്ക് ഒരു ചടങ്ങ് നടത്താൻ അധികം പൈസ ചിലവില്ലാതെ ഒരു ഹാള് വാർഡിൽ തന്നെ ഉണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. പിന്നെ ജില്ലാ ജഡ്ജിയുമായി സംസാരിച്ച് മുൻ കൗൺസിലർ അദ്ദേഹം
ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അതായത് നമ്മുടെ വഞ്ചൂർ കോടതി ഉണ്ടല്ലോ, ജില്ലാ കോടതി, അത് കുടുംബ കോടതിയും കൂടെയാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളും വരുന്ന സ്ഥലമാണ്. അവിടെ ഒരു മുലയൂട്ടൽ കേന്ദ്രം തുടങ്ങണമെന്ന് ജില്ലാ ജഡ്ജിയുടെ ഒക്കെ അനുവാദം വാങ്ങിച്ച് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. അത് നടന്നില്ല. അപ്പോൾ അത് അവസാനമാണ് ആലോചിച്ചത്. അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഏറ്റവും പ്രധാനം വഞ്ചൂർ വാർഡിലെ ആമയിഴഞ്ചാൻ തോട് സ്ലാബ് ഇടുക എന്നുള്ളത്. അത് എനിക്കിനി അധികം പണിയില്ല, കാരണം അത് കഴിഞ്ഞ കൗൺസിലർ ചെയ്തു വച്ചിട്ടാണ് പോയത്. ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിന്റെ സഹായത്തോടു കൂടി തന്നെ ഇപ്പത്തൂടെ എനിക്ക് തോന്നുന്നു കയറുമ്പോൾ ചിലപ്പോൾ അതായിരിക്കാം. മനസ്സിലായി. ഏതായാലും ഗായത്രി, വളരെയേറെ നന്ദി ഈ രാവിലെ നമ്മളോട് സഹകരിച്ചതിനും. ഈ പറഞ്ഞ പോലെ ഒരു യുവത്വം നിറഞ്ഞ കൗൺസിലിലേക്കാണ് നമ്മൾ തിരുവനന്തപുരം നിവാസികൾ പോകുന്നത്. നിങ്ങളുടെ ഒരു ഊർജം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ പുതിയ ഐഡിയകൾ അല്ലേ, ഇതെല്ലാം പ്രാവർത്തികമാകട്ടെ, നഗരത്തിൻ്റെ മുഖച്ഛായ മാറട്ടെ, നഗരവാസികളുടെ ജീവിതം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും കൗൺസിലർ ജീവിതത്തിന് ഒരിക്കൽ കൂടി യുവത്വം നിറഞ്ഞ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും നൽകിയതിന് ഗായത്രി ബാബുവും രശ്മിയുമൊക്കെയാണ് വന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഇത്തരം അതിഥികളും അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഉണ്ടാകും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയുള്ള യുവനിര ജയിച്ചു വന്ന ഒരു തെരഞ്ഞെടുപ്പ്. അവരിൽ പലരെയും നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം വരും മണിക്കൂറുകളിൽ. ഇടവേള.